ഒരു സാമ്രാജ്യം തകർന്നടയാൻ എത്ര സമയം വേണം? വർഷങ്ങളോ മാസങ്ങളോ അതോ ദിവസങ്ങളോ? പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിന്റെ ചാണക്യൻ സുവേന്ദു അധികാരി മെയ് 4-ാം തീയതി ഒരു പ്രവചനം നടത്തി. വെറും 24 മണിക്കൂർ, അതെ, വെറും 24 മണിക്കൂറിനുള്ളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് എന്ന സാമ്രാജ്യം തകർന്നടിയുമെന്നായിരുന്നു ആ പ്രവചനം. കേട്ടവർ പലരും അന്ന് ചിരിച്ചു കാണും. എന്നാൽ ഇന്ന് കൃത്യം 3 ആഴ്ച പിന്നിടുമ്പോൾ ബംഗാളിൽ നിന്ന് വരുന്ന വാർത്തകൾ ആ പ്രവചനത്തെ ശരിവയ്ക്കുന്നതാണ്. അഹങ്കാരത്തിന്റെയും അഴിമതിയുടെയും ആധിപത്യത്തിന്മേൽ ജനങ്ങൾ നൽകിയ കനത്ത പ്രഹരത്തിന് പിന്നാലെ ഇതാ സ്വന്തം കോട്ടയ്ക്കുള്ളിൽ നിന്ന് മമതയ്ക്ക് അടുത്ത പ്രഹരം ഏറ്റിരിക്കുകയാണ്. മമതയുടെ ദീർഘകാലത്തെ വിശ്വസ്തതയും പാർട്ടിയുടെ കരുത്തുറ്റ വനിതാമുഖവുമായ ബരാസത്ത് MP കഗോലി ഘോഷ് പാർട്ടിയുടെ പദവികളെല്ലാം രാജിവെച്ച് പടിയിറങ്ങിയിരിക്കുന്നു. അതെ, തൃണമൂൽ കോൺഗ്രസിന്റെ വേരിറക്കാൻ ഇനി പുറത്തുനിന്ന് ശത്രുക്കൾ വരേണ്ടതില്ല, ഉള്ളിലുള്ളവർ തന്നെ അത് ഭംഗിയായി ചെയ്തോളും എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഒടുവിൽ മമതയും അവരുടെ അനന്തരവനും മാത്രം അവശേഷിക്കുന്ന ഒരു പാർട്ടിയായി TMC മാറാൻ പോവുകയാണോ? എന്താണ് ബംഗാളിൽ സംഭവിക്കുന്നത്? നരേന്ദ്രമോദിയുടെ ശക്തമായ രാഷ്ട്രീയ തന്ത്രങ്ങളും സുവേന്ദു അധികാരി എന്ന ജനനായകന്റെ പടയോട്ടവും ബംഗാളിന്റെ രാഷ്ട്രീയ ഭൂപടത്തെ എങ്ങനെ മാറ്റിമറിച്ചു? നമുക്ക് വിശദമായി പരിശോധിക്കാം. മമതാ ബാനർജിയെ പരിഹസിച്ചുകൊണ്ടും അവരുടെ ഭരണപരാജയത്തെ തുറന്നു കാണിച്ചുകൊണ്ടും സ്വന്തം നേതാക്കൾ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അത്രയ്ക്ക് നല്ല ലക്ഷണമൊത്ത പാർട്ടി ആയതുകൊണ്ടാവും മുതിർന്ന നേതാക്കളെല്ലാം ഇപ്പോൾ ജീവനും കൊണ്ട് ഓടുന്നത്. ബരാസത്ത് പാർലമെന്ററി ഡിസ്ട്രിക്ട് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നുള്ള കഗോലി ഘോഷിന്റെ രാജി TMCയുടെ നെഞ്ചിലേക്കേറ്റ ഏറ്റവും വലിയ ആഘാതമാണ്. തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം പാർട്ടിയുടെ ഉന്നത മാനേജ്മെന്റിനാണെന്ന് അവർ തുറന്നടിച്ചു കഴിഞ്ഞു. ഇതോടെ പാർട്ടിക്കുള്ളിലെ ഉരുകിയൊലിക്കുന്ന ആഭ്യന്തര കലഹമാണ് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ പടിയിറങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കാലത്ത് ബംഗാളിനെ ചെങ്കൊടിയിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് അവകാശപ്പെട്ട മമതയ്ക്ക് ഇന്ന് സ്വന്തം പാർട്ടിയെ അടിത്തട്ടിലെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്നില്ല. ജനപിന്തുണ നഷ്ടപ്പെട്ട ഒരു പാർട്ടിക്ക് എത്രനാൾ പിടിച്ചു നിൽക്കാൻ കഴിയും? മമതയുടെ അഹങ്കാരത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ ബംഗാളിൽ ദൃശ്യമാകുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ ഈ ഗതികേടിന് കാരണം മറ്റാരുമല്ല, സ്വന്തം നേതാക്കളെയും അണികളെയും വിശ്വസിക്കാതെ കോർപ്പറേറ്റ് ബുദ്ധിയെ വിശ്വസിച്ചതാണ്. പാർട്ടിയുടെ താഴെ തട്ടിലുള്ള ആത്മാർത്ഥതയുള്ള കേഡർമാരുടെ വാക്കുകൾക്ക് പുല്ലുവില കൽപ്പിച്ച് കോടിക്കണക്കിന് രൂപ കൊടുത്തു കൊണ്ടുവന്ന ഐപാക് എന്ന രാഷ്ട്രീയ കൺസൾട്ടൻസി ഏജൻസിയുടെ പുറകെ പോയതാണ് മമതയ്ക്കും അനന്തരൻ അഭിഷേക് ബാനർജിക്കും പറ്റിയ ഏറ്റവും വലിയ അമളി. കല്യാൺ ബാനർജി, റിജു ദത്ത തുടങ്ങിയ നേതാക്കൾ നേരത്തെ തന്നെ ഈ കോർപ്പറേറ്റ് കളിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. രാഷ്ട്രീയം എന്നത് താഴെത്തട്ടിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണെന്ന് മറന്ന് AC റൂമിലിരുന്ന് തന്ത്രങ്ങൾ മെനയുന്ന ഐപാക്കിന്റെ നിർദ്ദേശങ്ങൾക്ക് മമത മുൻഗണന നൽകിയപ്പോൾ പാർട്ടിക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം വേരുകളാണ്. ഈ ദുർഭരണവും ഏകാധിപത്യ മനോഭാവവുമാണ് തൃണമൂലിനെ ഇന്ന് ഈ തകർച്ചയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ തൃണമൂൽ തകർന്നടയുമ്പോൾ അവിടെ ജനനായകനായി ഉയർന്നു നിൽക്കുന്നത് മറ്റാരുമല്ല, പശ്ചിമ ബംഗാളിന്റെ പുതിയ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ്. യഥാർത്ഥ പ്രത്യായ ശാസ്ത്രമില്ലാത്ത കേവലം അഴിമതി നിറഞ്ഞ ഒരു കുടുംബ പാർട്ടി മാത്രമാണ് TMC എന്ന് കൃത്യമായി വിരൽ ചൂണ്ടിയ നേതാവാണ് സുവേന്ദു. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 293 സീറ്റുകളിൽ 208 സീറ്റുകൾ എന്ന വമ്പൻ ഭൂരിപക്ഷത്തോടെ BJPയെ അധികാരത്തിലേറ്റിയതിനു പിന്നിൽ സുവേന്ദു അധികാരി എന്ന ജനകീയ നേതാവിന്റെ കഠിനാധ്വാനമുണ്ട്. മമതയുടെ ഗുണ്ടാ രാഷ്ട്രീയത്തെയും ഭീഷണികളെയും നെഞ്ചുവിരിച്ച് നേരിട്ടാണ് സുവേന്ദു ഈ ചരിത്ര വിജയം നേടിയത്. ഒരു കാലത്ത് ശക്തമെന്ന് കരുതിയ TMCയെ പ്രതിപക്ഷ നിരയിലേക്ക് പോലും ഇരിക്കാൻ യോഗ്യതയില്ലാത്ത വിധം തകർത്തുകൊണ്ട് ബംഗാളിൽ സുവേന്ദു അധികാരി യുഗം ആരംഭിച്ചു കഴിഞ്ഞു. 3 ആഴ്ച കഴിഞ്ഞിട്ടും TMC നാമം മാത്രമായി നിലനിൽക്കുന്നുണ്ടെങ്കിലും സുവേന്ദു പ്രവചിച്ചതുപോലെ അത് പൂർണ്ണമായ തകർച്ചയുടെ വക്കിലാണ്. ബംഗാളിലെ ഈ അത്ഭുതപൂർവമായ രാഷ്ട്രീയ മാറ്റത്തിന് മുന്നിൽ പ്രവർത്തിച്ച ഏറ്റവും വലിയ ശക്തി കേന്ദ്രം മറ്റാരുമല്ല, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയവും ശക്തമായ ദേശീയ നയങ്ങളെയും ബംഗാളിലെ ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ് BJPയുടെ വൻ വിജയം. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ബംഗാളിലെ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ മമതാ ബാനർജി പരമാവധി ശ്രമിച്ചെങ്കിലും മോദി തരംഗത്തിനു മുന്നിൽ ആ തടസ്സങ്ങളെല്ലാം തകർന്നു. അഴിമതിയും ഗുണ്ടാ വിളയാട്ടവും കൊണ്ട് മടുത്ത ബംഗാൾ ജനതയ്ക്ക് നരേന്ദ്രമോദി നൽകിയ വികസനത്തിന്റെ ഗ്യാരണ്ടിയാണ് പുതിയൊരു പുലരി സമ്മാനിച്ചത്. ദേശീയ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മുൻഗണന നൽകുന്ന മോദി സർക്കാരിനൊപ്പം നിൽക്കാൻ ബംഗാൾ തീരുമാനിച്ചതോടെ
കുടുംബ ഭരണം നടത്തിയിരുന്ന പ്രാദേശിക കക്ഷികളുടെ അന്ത്യം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. അധികാരത്തിന്റെ അഹങ്കാരത്തിൽ ജനങ്ങളെയും സ്വന്തം അണികളെയും മറന്നവർക്ക് കാലം കാത്തുവെച്ച തിരിച്ചടിയാണ് ഇന്ന് ബംഗാളിൽ നിങ്ങൾ കാണുന്നത്. മുതിർന്ന നേതാക്കളെല്ലാം ഓരോരുത്തരായി പടിയിറങ്ങുമ്പോൾ അഴിമതിയുടെ ആ പഴയ സാമ്രാജ്യത്തിൽ ഇനി അവശേഷിക്കാൻ പോകുന്നത് മമത മാത്രമായിരിക്കും. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP ബംഗാളിൽ പുതിയ ചരിത്രം കുറിക്കുമ്പോൾ അഹങ്കാരത്തിന്റെ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ജനങ്ങൾ വ്യക്തമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് പൂർണ്ണമായും വിസ്മൃതിയിലേക്ക് മറയുമോ? ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഇപ്പോഴും കണ്ണു തുറക്കാത്തവർക്കായി 1-2 കാര്യങ്ങൾ കൂടി വളരെ വ്യക്തമായി പറയാം. കാരണം ഇത് വെറും ഒരു സംസ്ഥാനത്തെ ഭരണമാറ്റത്തിന്റെ മാത്രം കഥയല്ല. ഡൽഹിയിലെ ചാണക്യതന്ത്രങ്ങളെയും ബംഗാളിന്റെ മണ്ണിലെ വീര്യവും ഒന്നിച്ചപ്പോൾ തകർന്നു പോയത് പതിറ്റാണ്ടുകളുടെ അഹങ്കാരമാണ്. സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന വികസനത്തിന്റെ ആനുകൂല്യങ്ങൾ പോലും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വേണ്ടി തടഞ്ഞുവെച്ച ഒരു ഭരണാധികാരിക്ക് കാലം കാത്തുവെച്ച കാവ്യനീതിയാണിത്. അടിച്ചമർത്തലിന്റെയും ഭയപ്പെടുത്തലിന്റെയും രാഷ്ട്രീയത്തിന് ഒരു നിശ്ചിത ആയുസ് മാത്രമേ ഉള്ളൂ എന്ന് ഈ പതനം കാണിച്ചു തരികയാണ്. ജനങ്ങളെ എത്രത്തോളം അടിച്ചമർത്തുമോ അത്രത്തോളം ശക്തമായി അവർ തിരിച്ചടിക്കുമെന്നതിന്റെ ജീവിക്കുന്ന തെളിവാണ് ഇന്ന് കൊൽക്കത്തയുടെ തെരുവുകളിൽ കാണുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടി അതിന്റെ പ്രത്യായ ശാസ്ത്രത്തിൽ നിന്നും ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ച് കേവലം ഒരു കുടുംബത്തിന്റെ സ്വകാര്യസ്ഥയായി മാറുമ്പോൾ അവിടെ നാശത്തിന്റെ വിത്ത് പാകപ്പെടുകയായി. ആ സത്യമാണ് മുതിർന്ന നേതാക്കൾ ഇപ്പോൾ പരസ്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ട് പടിയിറങ്ങുന്നത്. തങ്ങളെ നയിക്കാൻ ഇനി ആ പഴയ അഹങ്കാരത്തിന്റെ മുഖം ആവശ്യമില്ലെന്നും രാജ്യത്തെ നയിക്കുന്ന ശക്തമായ ദേശീയ നേതൃത്വത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾക്കൊപ്പമാണ് തങ്ങളുടെ ഭാവിയെന്നും ബംഗാളിലെ ജനങ്ങൾ അടിവരയിട്ട് കഴിഞ്ഞു. ഇനി എത്രയൊക്കെ വഞ്ചനയുടെയും ഇരവാദത്തിന്റെയും കാർഡുകൾ ഇറക്കിയാലും ജനവിധിക്ക് മുന്നിൽ അതൊന്നും വിലപ്പോകില്ല. ഭാരതത്തിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു വലിയ രാഷ്ട്രീയ ശുദ്ധീകരണത്തിനാണ് ഇപ്പോൾ ബംഗാൾ സാക്ഷ്യം വഹിക്കുന്നത്. വിദ്വേഷത്തിന്റെ കടപുഴകി വീഴുന്ന വേരുകൾക്കിടയിൽ നിന്ന് വികസനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും പുതിയൊരു വൻമരം അവിടെ വളർന്നു പന്തലിക്കുകയാണ്. ഈ വലിയ മാറ്റത്തിന്റെ കാറ്റ് നാളെ രാജ്യത്തിന്റെ മറ്റു കോണുകളിലേക്കും വീശിയടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.